ജയപ്രസാദ് സാർ, വളരെ വേഗം എനിക്കൊരു മറുപടി വേണം. ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ വർഗീയതയും പറഞ്ഞ് എത്ര കാലം BJP-യെ മാറ്റി നിർത്തി? ഇതൊക്കെ പൊളിഞ്ഞ് തുടങ്ങിയില്ലേ? അല്ല, കേരളത്തിന്റെ അടിസ്ഥാനപരമായി കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വശം എന്ന് പറയുന്നത് ശക്തമായ മതാന്ധതയും മറ്റൊന്ന് രാഷ്ട്രീയാന്ധതയുമാണ്. അപ്പോൾ അതിന്റെ ഒരു വെളിച്ചത്തിൽ നിന്നാണ് പലപ്പോഴും വസ്തുതകളെ ശരിയായി അവലോകനം ചെയ്യാതെ അതിന്റെ അപരിച്യമായ മാധ്യമ സംസ്കാരവും കേരളത്തിലുണ്ട്. PMC പ്രോജക്റ്റ് ആദ്യം നടപ്പാക്കിയ 3 കോൺഗ്രസ് സംസ്ഥാനങ്ങളുണ്ട്. അതായത് രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്. അതുപോലെ തന്നെയാണ് അത് ആരംഭിക്കുമ്പോഴത്തേക്കും കർണാടകത്തിൽ BJP ഗവൺമെന്റ് ആയിരുന്നു. പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കും അതുപോലെ തെലങ്കാനയിലും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചതാണ് PMC പ്രോജക്റ്റ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതിനെതിരാണെന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. വേറൊരു ചരിത്രം നമ്മൾ ഒരു കാര്യം ഇവിടെ പറയേണ്ടത്, മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ വിമർശകർ 1969 വരെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ വിമർശകരായിരുന്നു കോൺഗ്രസ് പാർട്ടി. നെഹ്റു അതിനെ ചത്തക്കുതിരയെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ്. 60-ൽ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കാത്തത് അതുകൊണ്ടായിരുന്നു. CPM ആണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം AIMLനെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കൊണ്ടുവന്നു. അതിനുശേഷം അവര് INL ഉൾപ്പെടെ PDP-യെ, അത് ജമാഅത്തെ ഇസ്ലാം, ഇതിനൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ മാന്യത ആദ്യം കൊടുത്തത് ഇടതുപക്ഷവും പിന്നീട് അത് ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്നത് കോൺഗ്രസുമാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഈ വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, എനിക്കറിയാം ഈ PMC പ്രോജക്റ്റ് പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ കേരളത്തിലെ വേറൊരു ലോകത്ത് നിന്നാണ് ഇപ്പൊ പുതിയ സോഷ്യൽ മീഡിയ യുഗം വന്നപ്പോഴാണ് ജനങ്ങൾ സത്യാവസ്ഥ അറിയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്ന മാറ്റം നമ്മൾ BJP-യുടെ അല്ലെങ്കിൽ ജനസംഘത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സാവകാശമാണ് വളർന്നത്. ഇപ്പോൾ 1966 ആദ്യമായിട്ട് ജനസംഘം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജയിക്കുകയുണ്ടായി. 96 ആദ്യം ഒരു പ്രധാനമന്ത്രി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നേരത്തെ സേനാപതി വേണു പറഞ്ഞതുപോലെ BJP-യുടെ അല്ലെങ്കിൽ ജനസംഘത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിലാണ്. ഇനിയും ഒരുപാട് വളരാനുണ്ട്. ഇപ്പൊ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ ത്രിപുര, ഒരു കാലഘട്ടത്തിൽ ത്രിപുരയിൽ BJP-യുടെ അവസ്ഥ എന്തായിരുന്നു 10 വർഷത്തിന് മുമ്പ്? ഇന്ന് ത്രിപുരയുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയവും മാറും, അതിന് യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് ഈ ഒരു ചർച്ചയ്ക്കാണ്. അത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് കേരള സമൂഹം ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.